വി ഡി സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം അതിൻ്റെ ഭാഗമാവാനൊക്കെ കോളം MLA കൂടിയായ M. വിൻസെന്റ് എത്തിയിട്ടുണ്ട്. സന്തോഷമാണോ? വളരെ സന്തോഷമാണ്. കാരണം 10 വർഷങ്ങൾക്ക് ശേഷം UDF ഗവൺമെന്റ് ഒരു ചരിത്ര വിജയം നേടി അധികാരത്തിൽ വരുന്ന സമയമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 63 സീറ്റുകളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി നടത്തിയ പ്രതിപക്ഷ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ജനങ്ങൾ അംഗീകരിച്ചിരിക്കുക. സ്വാഭാവികമായി ആ അർത്ഥത്തിൽ സന്തോഷമുണ്ടാകും എന്നറിയാം. പക്ഷെ ഞാൻ ചോദിച്ചത് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൽ പറഞ്ഞു കേട്ട ഒരു പേര്, കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു MLA, ഒരു ലാറ്റിൻ സഭയൊക്കെ സ്വാഭാവികമായിട്ടും ഇതൊരു ഇതുമായിട്ട് പറയുന്നതല്ല അല്ല, അവർ അവരുടെ ഒരു പ്രാതിനിധ്യം താങ്കളിലൂടെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വാസ്തവത്തിൽ ക്യാബിനറ്റിൽ വരിക എന്നുള്ളതല്ല ഏറ്റവും വലിയ കാര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി 3 തവണ മത്സരിക്കാനും ജയിക്കാനും അവസരം കിട്ടിയ ആളാണ് ഞാൻ. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിക്കാൻ അവസരം കിട്ടാത്ത 10,000-കണക്കിന് പ്രവർത്തകർ ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയത് വളരെ അസുലഭമായിട്ടുള്ള അവസരമാണ്. ആ അവസരത്തെ അതിനെയാണ് ഞാൻ ഓർത്ത് സംതൃപ്തി അടയുന്നത്. ഏറ്റവും വലിയ കാര്യമാണത്. അതാണ് ഏറ്റവും പ്രധാനം. അവസാന റൗണ്ട് വരെ ചർച്ചകളിലുണ്ടായിരുന്നു തോന്നുന്നു. ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2006 നിയമസഭാ സീറ്റ് ആഗ്രഹിച്ച് നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ടതാണ്. അവസാന നിമിഷം വരെ എന്നെ പരിഗണിച്ചു, എനിക്ക് ലഭിച്ചില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് സീറ്റ് ആവശ്യപ്പെട്ട് പോകേണ്ടിയേ വന്നിട്ടില്ല. എല്ലാം നേതൃത്വം എനിക്ക് നൽകുകയായിരുന്നു. തീർച്ചയായും അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാമ്പത്തിക പശ്ചാത്തലമോ വലിയൊരു കുടുംബ മഹിമയോ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നയാളല്ല ഞാൻ. അങ്ങനെയുള്ള എന്നെ 3 തവണ MLA ആക്കിയ ഒരു പ്രസ്ഥാനമാണിത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ തൃപ്തനാണ്. അതിലൊരു സങ്കടമില്ലേ? ഈ ഒരു സങ്കടമില്ല. ഞാൻ എന്ത് സങ്കടമാണോ, നമുക്ക് സന്തോഷമില്ല. ഇന്നലെ ലാറ്റിൻ സഭയുടെ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര അവർക്കൊരു പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്നു. അത് അവരുടെ കൺസേൺ അവർ പ്രകടിപ്പിച്ചതേ ഉള്ളൂ. എന്നെ വ്യക്തിപരമായി കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതാണ് സാധാരണഗതിയിൽ ഈ പട്ടികയിൽ അവസാനം വരെ പേരുണ്ടായിട്ട് കിട്ടിയില്ലെങ്കിൽ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകളെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ കോവളം MLA M. വിൻസെന്റിന് അത്തരമൊരു അസ്വസ്ഥതകൾ ഒന്നുമില്ല. വളരെ സന്തോഷമാണ്. അവസാന ഘട്ടം വരെ പരിഗണിച്ചു എന്നതിൽ തന്നെ സന്തോഷമാണ് എന്നാണ് പറയുന്നത്. VD ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.